ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ വിത്ത് മീ. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഒരു ഫ്രഷ് ആൻഡ് പുതിയ ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ബയോകെമിസ്ട്രിയാണ്. അപ്പോൾ ബയോകെമിസ്ട്രി കുറേ പേർക്ക് ടഫുള്ള സബ്ജക്റ്റാണ്, പക്ഷെ മനസ്സിലാക്കി പഠിക്കാൻ നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പമുള്ള സബ്ജക്റ്റ് പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രോട്ടീൻ മെറ്റബോളിസം ആണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ആദ്യം ബയോകെമിസ്ട്രി പഠിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഓരോ തരത്തിലുള്ള റിയാക്ഷൻസും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും മെറ്റബോളിസം ഒക്കെ നടന്നിട്ടാണ് നമുക്കതിൻ്റെ റിക്വയർമെൻറ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നത്. അപ്പോൾ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ കെമിസ്ട്രി ഓഫ് ദീസ് ബയോളജിക്കൽ മോളിക്യൂൾസ് ആണ്. എന്താണ് ഈ മോളിക്യൂൾസിൽ അടങ്ങിയിരിക്കുന്നത്? അത് ബയോളജിക്കലി ആയിട്ടുള്ള മോളിക്യൂൾസ് ആയതുകൊണ്ട് അതിനെ ബയോകെമിസ്ട്രി എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണം, ഇപ്പം മുട്ടയായിക്കോട്ടെ, പാലായിക്കോട്ടെ, അതുപോലെ തന്നെ എന്തായിക്കോട്ടെ, എന്ത് സബ്സ്റ്റൻസ് ആണെങ്കിലും അതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്, ഓക്കെ, അത് ബേസിക്കായിട്ട് എന്താണ് എലിമെൻറ്റ്. അപ്പോൾ നമുക്കറിയാം പ്രോട്ടീൻസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഓരോ ഐറ്റത്തിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ ഓരോ ബേസിക് ആയിട്ടുള്ള പ്രോട്ടീനെ ആണെങ്കിലും കാർബോഹൈഡ്രേറ്റിനെ ആണെങ്കിലും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സബ് യൂണിറ്റ് ഉണ്ടാവും. ഓക്കെ, അതായത് ഓരോന്നിനെയും അതിൻ്റേതായ ചെറിയ ഒരു ഫോം ഉണ്ടാവും. അപ്പോൾ ആ ചെറിയ ഫോം എന്താണ്, ആ ചെറിയ ഫോമിൽ നിന്ന് എങ്ങനെയാണ് വലിയ വലിയ സ്ട്രക്ചേഴ്സ് ഉണ്ടാവുന്നത്, അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, ഓക്കെ. അപ്പോൾ നമുക്ക് ഡെൻറ്റിസ്ട്രി ഫീൽഡിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഓരോ സബ്സ്റ്റൻസസും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്, അതില്ലെങ്കിൽ നമുക്ക് വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കമ്മിങ് ഓൺ ടു പ്രോട്ടീൻ മെറ്റബോളിസം. കമ്മിങ് ഓൺ ടു വീഡിയോ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് അപ്പോൾ എന്തൊക്കെയാണ് മേജർ കോംപ്ലക്സ് ആയിട്ടുള്ള ബയോമോളിക്യൂൾസ് ഓഫ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ടാബുലാർ കോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സത്യനാരായൺ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള അതേ ടാബുലാർ കോളമാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണിത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം തന്നെ പ്രോട്ടീൻ എന്ന് പറയുന്ന ബയോമോളിക്യൂൾ. ഓക്കെ, പ്രോട്ടീനിൽ ഏറ്റവും അതിന് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് അത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? എമിനോ ആസിഡ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രോട്ടീൻസിൻ്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത്? അവരാണ് നമ്മുടെ ബോഡിയിൽ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറും അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് സെൽസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അവരാണ്. സെക്കൻഡ് വൺ, DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് ആണ്. അപ്പോൾ അവർ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ആളിൽ നിന്ന് അടുത്ത ആളിലേക്ക്, ഓക്കെ, ഹെറിഡിറ്ററി ആയിട്ട് ജീൻസിൻ്റെ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ആണ് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. DNA അറിയാമല്ലോ, ക്രോമസോംസ് വഴി നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരാണ് DNA എന്ന് പറയുന്നത്. RNA ബേസിക് യൂണിറ്റ് റൈബോ ന്യൂക്ലിയോടൈഡ്സ് ആണ്. അപ്പോൾ അവരെന്താണ് എസ്പെഷ്യലി റിക്വയർഡ് ഫോർ പ്രോട്ടീൻ ബയോസിന്തസിസിനാണ് അവരെ ആവശ്യമുള്ളത്. RNA ഇസ് റിക്വയർഡ് ഫോർ പ്രോട്ടീൻ ബയോസിന്തസിസ്. പോളിസാക്കറൈഡ്സ്, ഗ്ലൈക്കോജൻ, അവരുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് മോണോസാക്കറൈഡ്സ് ആണ്. പോളിയുടെ ബേസിക് യൂണിറ്റ് എന്താണ്? മോണോ ആണ്. ഓക്കെ, അപ്പോൾ ഗ്ലൈക്കോജൻ ആണെങ്കിൽ ഗ്ലൂക്കോസ്. അപ്പോൾ അത് സ്റ്റോറേജ് ഫോം ഓഫ് എനർജിയാണ് ടു മീറ്റ് ദ ഷോർട്ട് ടേം ആയിട്ടുള്ള ഡിമാൻഡ്സ് എല്ലാം. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടേം ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ എനർജി ആവശ്യമുണ്ടെങ്കിൽ ആരെ യൂസ് ചെയ്യുക? ഗ്ലൂക്കോസ് ആണ് യൂസ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഓടി ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് ഒരു ഓട്ട മത്സരം കഴിഞ്ഞിട്ട് ഒരാൾ ക്ഷീണിച്ച് വരുമ്പം നമ്മൾ എന്താ കൊടുക്കുക? ഗ്ലൂക്കോസാണ് കൊടുക്കുക, അല്ലേ? അപ്പോൾ ഷോർട്ട് ടേം എനർജിയാണ് ഡിമാൻഡിന് വേണ്ടി കൊടുക്കുന്നതാണ് ഗ്ലൂക്കോസ്. ഓക്കെ, ലാസ്റ്റ് വൺ, ലിപ്പിഡിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ്സ് ആണ്, ഗ്ലിസറോൾസ് ആണ്. അപ്പോൾ ദ സ്റ്റോറേജ് ഫോം ഓഫ് എനർജിയാണ് ടു മീറ്റ് ലോങ് ടേം ഡിമാൻഡ് മീറ്റ് ചെയ്യാനാണ് നമ്മളെപ്പോഴും ലിപ്പിഡ്സിനെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ കുറേ നാൾ ഭക്ഷണം കഴിക്കാണ്ടിരുന്നു, സ്റ്റാർവേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിപ്പിഡ്സും അതുപോലെ തന്നെ കീറ്റോൺ ഡയറ്റൊക്കെയാണ് നമ്മൾ നോക്കുക, ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതാണ്, ആ എനർജിയാണ് യൂട്ടിലൈസ് ചെയ്യുന്ന ബോഡി. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക, ബേസിക് യൂണിറ്റ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പ്രോട്ടീനെ കുറിച്ചാണ്. അപ്പോൾ പ്രോട്ടീൻ്റെ ബേസിക് യൂണിറ്റ് എന്താ? എമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, കമ്മിങ് ഓൺ ടു ബേസിക് സ്ട്രക്ചർ ഓഫ് സെൽ. അപ്പോൾ പ്രോട്ടീൻ മാത്രമല്ല, എന്ത് സാധനമാണെങ്കിലും നമ്മുടെ സെല്ല് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൻ്റെ അകത്ത് ഓരോ കുഞ്ഞു മൈക്രോ ഓർഗനൽസ് ഉണ്ട്, അല്ലേ? ന്യൂക്ലിയസ് ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോന്നുണ്ട്. അതുപോലെ തന്നെ ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോംസ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലേബിളിൻ്റെ ഓർഡറിലാണ് പോകുന്നെങ്കിൽ ആദ്യം അവിടെ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ആരാ? മൈറ്റോകോൺട്രിയ കിടപ്പുണ്ട്, അല്ലേ? അപ്പോൾ മൈറ്റോകോൺട്രിയാണ് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലിന് വേണ്ട എല്ലാ എനർജിയും കൊടുക്കുന്നത് മൈറ്റോകോൺട്രിയാണ്.
മൈറ്റോകോൺട്രിയാണ് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലുലാർ റെസ്പിറേഷൻ അതുപോലെ തന്നെ എനർജി മെറ്റബോളിസം എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയാണ്. അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയയിൽ കിടക്കുന്ന DNA ഉണ്ട്, അതാണ് എംപ്റ്റി മൈറ്റോകോൺട്രിയൽ DNA എന്ന് വിളിക്കും നമ്മൾ. ഇനി സെക്കൻഡ് ലേബിൾ നോക്കുകയാണെങ്കിൽ ഇത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അതായത് നമ്മുടെ 2 തരത്തിലുള്ള സെൽസ് ഉണ്ട് അല്ലേ, യൂകാരിയോട്ടിക് സെല്ലുണ്ട്, പ്രോകാരിയോട്ടിക് സെല്ലുണ്ട്. അതായത് ഒരെണ്ണത്തിന് ഔട്ടർ കവറിങ് ഉണ്ടാവും, ഒരെണ്ണത്തിന് ഉണ്ടാവില്ല. അപ്പോൾ യൂകാരിയോട്ടിക് സെൽ ഓർ ആനിമൽ സെല്ലിനാണ് പ്ലാസ്മ മെംബ്രെയിൻ ഔട്ടർ കവറിങ് ഉള്ളത്. പ്രോകാരിയോട്ടിക് സെല്ലിന് ഔട്ടർ കവറിങ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി പിന്നത്തെ വാക്യൂൾസ് ഉണ്ട്, പിന്നെ റൈബോസോംസ് കിടപ്പുണ്ട് അല്ലേ, റൈബോസോംസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ റൈബോസോംസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ കിടക്കും. അപ്പോൾ അതിനെയാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കുക. ഇനി നെക്സ്റ്റ് വൺ, ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫംഗ്ഷൻ ഓഫ് പ്രോട്ടീൻ ബയോസിന്തസിസിനാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഹെൽപ്പ് ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പോൾ റൈബോസോംസ് എവിടെ കിടക്കുന്ന റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കലിൻ്റെ മേലെ കിടക്കുകയാണെങ്കിൽ ഇതിനെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കും. ഓക്കെ, അതുപോലെ തന്നെ അവർ പ്രോട്ടീൻ ബയോസിന്തസിസിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് ആരാളുള്ളത്? ഗോൾഗി അപ്പാരറ്റസ് കിടപ്പുണ്ട്. ഗോൾഗി അപ്പാരറ്റസ് എന്താണ്? ആക്ച്വലി ഈ ഉണ്ടാക്കിയ പ്രോട്ടീനെ മോഡിഫൈ ചെയ്യുന്നവരാണ്. ഓക്കെ, മോഡിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസ്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രോട്ടീൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുന്നവരാണ് ഗോൾഗി അപ്പാരറ്റസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ന്യൂക്ലിയസ് കിടപ്പുണ്ട് അല്ലേ. ന്യൂക്ലിയസ് ആണ് മെയിനായിട്ടുള്ള ക്രോമസോംസും അതുപോലെ തന്നെ DNA മെറ്റീരിയൽ അടങ്ങിയിരിക്കുന്ന എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. അപ്പോൾ നമുക്ക് എത്ര ക്രോമസോം ഉണ്ട്? 46 ക്രോമസോംസ് ഉണ്ട്. ഇനി പിന്നെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂക്ലിയോലസ് കാണാം. ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് തന്നെ ന്യൂക്ലിയോലസ് കാണാം. പിന്നെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണാം. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കുന്നത് അതിൻ്റെ മേലെ റൈബോസോംസ് ഇല്ലാത്തത് കൊണ്ട് അവർ സ്മൂത്ത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കും. അതുപോലെ തന്നെ നമുക്ക് പെറോക്സിസോംസ് കാണാൻ പറ്റും, ലൈസോസോംസ് കാണാൻ പറ്റും അല്ലേ. ലൈസോസോംസ് എന്താണ്? ആക്ച്വലി റെഡ് കളർ ഡോട്ട് കൊടുത്തിട്ടുള്ള ലൈസോസോംസ് അതാണ് ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ഓഫ് ദ സെൽ. ലൈസോസോംസ് ആണ് ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ഓഫ് ദ സെൽ എന്ന് അറിയപ്പെടുന്നത്. അവരാണ് ഡൈജഷനും കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവർ. അപ്പോൾ അവരുടെ ഉള്ളിൽ കുറേ എൻസൈംസ് ഉണ്ട് ഡൈജഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്ലൂക്കോസിഡേസ്, കാറ്റിപ്സിൻ, ലിപ്പേസസ്, റൈബോന്യൂക്ലിയസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എൻസൈംസ് ഉണ്ട്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈം നമുക്ക് MCQന് ചോദിക്കാറുണ്ട്. ലൈസോസോം കണ്ടെയ്ൻ ലിപ്പോഫ്യൂഷൻ ഉണ്ട്. ലിപ്പോഫ്യൂഷൻ അതാണ് നമുക്ക് ഏജ് പിഗ്മെൻറ്റ് എന്നാണ് വിളിക്കുക. ഏജ് പിഗ്മെൻറ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നമുക്ക് വയസ്സാവുമ്പം ഏജ് ഓറിയൻറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ലൈസോസോംസിൽ അടങ്ങിയിരിക്കുന്ന ലിപ്പോഫ്യൂഷൻ എന്ന് പറഞ്ഞ പിഗ്മെൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഏജ് പിഗ്മെൻറ്റ് എന്ന് അതിനെ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതേ ലൈസോസോംസിൽ അടങ്ങിയിരിക്കുന്ന എൻസൈംസ് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ എൻസൈംസ് സെല്ലിൻ്റെ ഭാഗത്തേക്ക് പ്ലാസത്തിൻ്റെ സൈറ്റോസോളിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കുറേ ഡിസീസസ് ഉണ്ടാവും. കാരണം ഈ എൻസൈംസ് ഈ സെല്ലിനകത്ത് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന അതേ എൻസൈംസ് ബാക്കി സെല്ലിൻ്റെ പുറത്തേക്ക് ലീക്കായി പോവുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്നതാണ് ആർത്രൈറ്റിസ്, അതുപോലെ തന്നെ മസിൽ ഡിസീസസ്, അലർജിക് ഡിസ്റ്റർബൻസസ് ഒക്കെ. ഇനി പെറോക്സിസോംസിൻ്റെ ഫങ്ഷൻ കൂടെ ഞാൻ പറയാം. പെറോക്സിസോംസ് ആർ ആക്ച്വലി ബയോജെനിസിസ് ഡിസോർഡേഴ്സിനൊക്കെയാണ് മെയിനായിട്ട് അത് പെറോക്സിസോം ഇമ്പോർട്ടൻ്റ് ആയിട്ട് MCQയിൽ ചോദിക്കാറ്. സെൽവാജർ സിൻഡ്രോം ആണ് ഇമ്പോർട്ടൻ്റ്. അത് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പെറോക്സിസോം ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ, നമ്മുടെ ബോഡിയിൽ പെറോക്സിസോം ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡെത്ത് സംഭവിക്കും വിത്തിൻ 1 year. ഓക്കെ, അതാണ് മെയിനായിട്ട് സെൽവാജർ സിൻഡ്രോം. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സെല്ലിനെ കുറിച്ച് മൈക്രോ ഓർഗാനിസം പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഈ സെല്ല് തന്നെ പ്രോഗ്രാം ചെയ്ത് സ്വയം സൂയിസൈഡ് ചെയ്യും. അതിനെന്താ വിളിക്കുക? എപ്പോപ്ടോസിസ് എന്നാണ് വിളിക്കുക. അപ്പോൾ നിങ്ങൾക്കിതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ, അതുകൊണ്ടൊന്ന് റിഫ്രഷ് ചെയ്യുന്നതേ ഉള്ളൂ ഞാൻ. എപ്പോപ്ടോസിസ് ഇസ് ആക്ച്വലി പ്രോഗ്രാംഡ് ആയിട്ടുള്ള സെൽ ഡെത്തിനെയാണ് എപ്പോപ്ടോസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വൺസ് മോർ ഞാൻ പറയുകയാണ് എന്തൊക്കെയാണ് നമ്മുടെ ഈ ലൈസോസോംസിൽ ലിപ്പോഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ പിഗ്മെൻ്റാണ് ആക്ച്വലി പിഗ്മെൻറ്റ് റിച്ച് ഇൻ ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് ഇൻ ദ സെൽ ഹാസ് ബീൻ ഇംപ്ലിക്കേറ്റഡ് ഇൻ ഏജിങ് പ്രോസസ്സിൽ മെയിനായിട്ട് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത് ലിപ്പോഫ്യൂഷൻ എന്ന് പറഞ്ഞ പിഗ്മെൻ്റാണ്. MCQയിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ലൈസോസോമിൽ അടങ്ങിയിരിക്കുന്ന എൻസൈംസ് ലീക്ക് ആവുകയാണെങ്കിൽ ഉണ്ടാവുന്ന വേരിയസ് ഡിസീസസ് ഉണ്ട്. ആർത്രൈറ്റിസ്, മസിൽ ഡിസോർഡേഴ്സ്, അലർജിക് ഡിസോർഡേഴ്സ് ഒക്കെ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു MCQ ആണ് സെൽവാജർ സിൻഡ്രോം. സെൽവാജർ സിൻഡ്രോം എന്താണ്? ഈ പെറോക്സിസോംസ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ, ഈ പെറോക്സിസോംസിൻ്റെ ആബ്സെൻസ് ഓഫ് ഫങ്ഷണൽ പെറോക്സിസോം റിസൾട്ട്സ് ഇൻ സെൽവാജർ സിൻഡ്രോം. ഓക്കെ, പെറോക്സിസോം ഒരു സെല്ലിൽ ഇല്ലെങ്കിൽ വരുന്ന ഡിസീസാണ് സെൽവാജർ സിൻഡ്രോം. അപ്പോൾ അത് വന്നൊരാൾ പെട്ടെന്ന് തന്നെ വിത്തിൻ 1 year തന്നെ മരിക്കും.
ഓക്കെ, കമ്മിങ് ഓൺ ടു ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് പ്രോട്ടീൻ. അപ്പം നമ്മൾ ഇന്ന് ബേസിക്കായി പഠിക്കുന്ന പ്രോട്ടീൻസിനെ കുറിച്ചാണ്. അപ്പോൾ പ്രോട്ടീൻസിൻ്റെ ഫങ്ഷണൽ ബേസിക് യൂണിറ്റ് എന്താ? അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ ഈ അമിനോ ആസിഡ്സ് ആർ ആക്ച്വലി എന്താണ്? ഈ എൽ ആൽഫ അമിനോ ആസിഡ്സ് ആണ്. സോ പ്രോട്ടീൻസ് ആർ ആക്ച്വലി പോളിമേഴ്സ് ഓഫ് എൽ ആൽഫ അമിനോ ആസിഡ്സ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ അമിനോ ആസിഡ്സ് കണ്ടെയ്ൻ 2 ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ അമിനോ ആസിഡ്സിൻ്റെ സ്ട്രക്ചറെ കുറിച്ച് മാത്രം ഓർക്കുക. അപ്പോൾ നിങ്ങൾ ആ പടം നോക്കിയേ. ആ പടത്തിൽ നിങ്ങൾ ഇമേജിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ജനറൽ സ്ട്രക്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എക്സസ് അയോൺ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ജനറൽ സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം നടുവിൽ ഒരു കാർബൺ ആറ്റം ഉണ്ട്. ഓക്കെ, അതിനെ സറൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു എച്ച് കാണാം, ഹൈഡ്രജൻ ആറ്റം കാണാം. അതുപോലെ തന്നെ COOH എന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് കാണാം. ഓക്കെ, അതുപോലെ തന്നെ അത് അസിഡിക് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അതിന് തൊട്ടപ്പുറത്ത് വേറെ ഒരെണ്ണമുണ്ട്, NH2 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, അമിനോ ഗ്രൂപ്പ് എന്നാണ് അത് പറയുന്നത്. NH2 എന്ന് പറയുന്നത് അമിനോ ഗ്രൂപ്പാണ്. അപ്പോൾ NH2 അമിനോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബേസിക് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വേറൊരു എക്സ്ട്രാ R എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് R എന്ന് പറയുന്നത് അവിടെ ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും വന്ന് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, വേറൊരു അമിനോ ആസിഡിന് വന്ന് ജോയിൻ ചെയ്യാനുള്ള ബ്രാഞ്ചാണ് R എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് സിംഗിൾ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ അമിനോ ആസിഡുകളും ജോയിൻ ചെയ്യുമ്പോഴാണ് പ്രോട്ടീൻ ഉണ്ടാവുന്നത്. അപ്പോൾ 2-3 അമിനോ ആസിഡ്സ് ജോയിൻ ചെയ്ത് വരുമ്പോഴാണ് എന്ത് വരിക? ഒരു പ്രോട്ടീൻ സ്ട്രക്ചർ ഫോം ചെയ്യുക. അപ്പോൾ ഒരു അമിനോ ആസിഡ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഒരു കാർബൺ ആറ്റം ഉണ്ടാവും, ഹൈഡ്രജൻ ഉണ്ടാവും, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവും, അത് അസിഡിക് ആണ്, COOH. അതിന് തൊട്ടപ്പുറത്ത് ഒരു ബേസിക് ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടാവും, അമിനോ ഗ്രൂപ്പ് NH2. അതിന് തൊട്ടപ്പുറത്ത് R. ആ R എന്ന് പറഞ്ഞ സൈഡ് ബ്രാഞ്ചിൻ്റെ അവിടെയാണ് മറ്റേ അമിനോ ആസിഡിൻ്റെ ബ്രാഞ്ച് വന്നിട്ട് അറ്റാച്ച് ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞു ആറിൻ്റെ അവിടെയാണ് നെക്സ്റ്റ് കാർബൺ ആറ്റം വന്നിട്ട് അറ്റാച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. മറ്റേ അമിനോ ആസിഡിൻ്റെ കാർബൺ ആറ്റം വന്നിട്ട് സെക്കൻഡ് അമിനോ ആസിഡ് ഗ്രൂപ്പിൻ്റെ കാർബൺ ആറ്റം വന്ന് അറ്റാച്ച് ചെയ്യുന്ന ആറിൻ്റെ അവിടെയാണ്. ഓക്കെ, പക്ഷെ ഒരേ ഒരു അമിനോ ആസിഡാണ് ഈ ആറിൻ്റെ അവിടെ അറ്റാച്ച് ചെയ്യുന്നത്, H ഹൈഡ്രജൻ തന്നെ വരുന്നത്, അതാണ് ഗ്ലൈസീൻ. ഓക്കെ, ഗ്ലൈസീൻ. അപ്പോൾ ഗ്ലൈസീൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ്, ഗ്ലൈസീനിൽ മാത്രമാണ്, അമിനോ ആസിഡിൽ മാത്രമാണ് ഇവിടെ R വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ H ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ബാക്കി എല്ലാ അമിനോ ആസിഡ്സിലും ബാക്കി എല്ലാ പ്രോട്ടീൻസിലും എന്താ സംഭവിക്കുന്നത്? മെയിനായിട്ട് Rൻ്റെ അവിടെ വേറൊരു കാർബൺ ആറ്റം, അനദർ അമിനോ ആസിഡിൻ്റെ കാർബൺ ആറ്റം വന്നിട്ട് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഗ്ലൈസീൻ മാത്രമാണ് വേർ R = H എന്ന് വരുന്നത്. അപ്പോൾ ഈ ഗ്ലൈസീൻ എവിടെയൊക്കെയാണ് വരുന്നത്? മെയിനായിട്ട് വരുന്നത് ഹിമോഗ്ലോബിനിൽ വരും, ഗ്ലൂട്ടാതയോണിൽ വരും, പ്യൂരീൻസിൽ വരും, ക്രിയാറ്റിനൈനിൽ വരും. അപ്പോൾ ഇതൊക്കെയാണ് മോളിക്യൂൾസ് മേഡപ്പ് ഓഫ് ഗ്ലൈസീൻ. അപ്പോൾ ഗ്ലൈസീനിൽ മാത്രമാണ് R വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഹൈഡ്രജൻ. ബാക്കി എല്ലായിടത്തും കാർബൺ ആറ്റം വന്നിട്ടാണ് അറ്റാച്ച് ചെയ്യുക. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഗ്ലൈസിൻ എവിടേക്കാണുള്ളത്? ഹിമോഗ്ലോബിനിലുണ്ടാവും, ഗ്ലൂട്ടാതയോണിലുണ്ടാവും, പ്യൂരിൻസിലുണ്ടാവും, ക്രിയാറ്റിനൈനിലുണ്ടാവും. അപ്പോൾ ടോട്ടൽ ഒരു 20 അമിനോ ആസിഡ്സ് ഉണ്ട് പ്രോട്ടീനിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ എത്ര അമിനോ ആസിഡ്സ് ഉണ്ട്? 20 അമിനോ ആസിഡ്സ് ഉണ്ട്. ഓക്കെ, 20 ഡിഫറെൻറ്റ് അമിനോ ആസിഡ്സ് ഉണ്ട് ഫൗണ്ട് ഇൻ പ്രോട്ടീൻ. അപ്പോൾ ഈ ബേസിക് സ്ട്രക്ചറുള്ള 20 അമിനോ ആസിഡ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. കമ്മിങ് ഓൺ ടു ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. നമുക്ക് ഈ അമിനോ ആസിഡ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ അമിനോ ആസിഡ്സിനെ കുറിച്ച് പഠിക്കും, അത് കഴിഞ്ഞിട്ടാണ് അമിനോ ആസിഡ്സ് വെച്ചുണ്ടാക്കുന്ന പ്രോട്ടീൻസിനെ കുറിച്ച് പഠിക്കുക. അപ്പോൾ അമിനോ ആസിഡ്സിൻ്റെ ബേസിക് സ്ട്രക്ചർ ഞാൻ പറഞ്ഞു. ഒരു കാർബൺ ആറ്റം ഉണ്ടാവും, പിന്നെ അതിനെ ലിങ്ക് ചെയ്ത് ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും, ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെ ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെ ഒരു സൈഡ് ബ്രാഞ്ച് ആയിട്ട് ഒരു R ഉണ്ടാവും. അപ്പോൾ Rൻ്റെ അവിടെയാണ് വേറൊരു അമിനോ ആസിഡിൻ്റെ കാർബൺ ആറ്റം വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അമിനോ ആസിഡ്സ് അറ്റാച്ച് ചെയ്തിട്ടാണ് പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ Rൻ്റെ അവിടെ കാർബൺ ആറ്റം അല്ലാണ്ട് ഹൈഡ്രജൻ ആറ്റം തന്നെ വന്ന് അറ്റാച്ച് ചെയ്യുന്ന പ്രോട്ടീൻ ഏതാണ്? ഗ്ലൈസീനാണ്. അപ്പോൾ ഗ്ലൈസിൻ എവിടേക്ക് കാണുന്നത്? ഞാൻ പറഞ്ഞു ഹീമോഗ്ലോബിനിലാണ്, ഗ്ലൂട്ടാതയോണിലാണ്, ക്രിയാറ്റിനൈനിലാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇനി ഈ അമിനോ ആസിഡ്സ് 20 ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 20 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സ്, അപ്പോൾ ഈ 20 ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്സിനെ എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം?
ബേസ്ഡ് ഓൺ സ്ട്രക്ചർ. ഓക്കെ, എങ്ങനെയാണ് അവരുടെ സ്ട്രക്ചർ വരുന്നത് അതിൻ്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ പൊളാരിറ്റി. ഓക്കെ, പൊളാരിറ്റിയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്. ഈ 20 എമിനോ ആസിഡ്സ് എത്ര പേര് നമ്മുടെ ബോഡിയിൽ നമ്മൾ ഭക്ഷണം വഴി കഴിച്ചിട്ട് നമുക്ക് ബോഡിയിൽ വേണം, അതായത് നമ്മുടെ ബോഡി തന്നെ സ്വയം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അവരെ, അതുപോലെ തന്നെ നമ്മുടെ ബോഡി തന്നെ സ്വയം പ്രൊഡ്യൂസ് ചെയ്യുന്നവർ. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമുക്ക് ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ മെറ്റബോളിക് ഫേറ്റ്. പിന്നീട് എന്താണ് അവർക്ക് സംഭവിക്കുന്നത്, ഈ അമിനോ ആസിഡ്സിന് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് അതിൻ്റെ ബേസിസിൽ മെറ്റബോളിക് ഫേറ്റ് എന്നാണ് അതിന് പറയുക. അതിൻ്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് MCQയിൽ പഠിക്കാനുള്ളത് ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റും ബേസ്ഡ് ഓൺ മെറ്റബോളിക് ഫേറ്റുമാണ്. കമ്മിങ് ഓൺ ടു ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ബോഡിയിൽ സ്വയം ഉണ്ടാക്കുകയാണെങ്കിൽ ബോഡിയിൽ ഉണ്ടാക്കാത്ത എമിനോ ആസിഡ്സ്, അങ്ങനെ 2 തരത്തിലാണ്. അപ്പോൾ സ്വയം ഉണ്ടാക്കാത്തവരാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പുറത്തുനിന്ന് ഭക്ഷണം വഴി കഴിക്കണം അല്ലേ. അപ്പോൾ അവരെയാണ് എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് എന്ന് പറയുക. എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് ദാറ്റ് വിച്ച് കെൻ നോട്ട് ബി സിന്തസൈസ്ഡ് ബൈ ദ ബോഡിയാണ്. അപ്പോൾ ആ അമിനോ ആസിഡ്സിനെ ഓർത്തിരിക്കാനായിട്ട് ഒരു ഷോർട്ടായിട്ടുള്ള ഒരു നിമോണിക് ഉണ്ട്, അത് ഓർത്ത് വയ്ക്കുക, HVITAL-LMP. അങ്ങനെ ഓർത്താൽ മതി, HVITAL-LMP. അപ്പോൾ അതായത് വൈറ്റലാണ്, നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ട് അവരെ, അതാണ് എസെൻഷ്യൽ. അങ്ങനെയാണ് ഓർക്കുന്നത് ഞാൻ, എസെൻഷ്യൽ ആവശ്യമുണ്ട്, അപ്പോൾ വൈറ്റലാണ്. അപ്പോൾ HVITAL-LMP. അപ്പോൾ H സ്റ്റാൻഡ്സ് ഫോർ എന്താണെന്നറിയോ, ഹിസ്റ്റഡീൻ. ഓക്കെ, V സ്റ്റാൻഡ്സ് ഫോർ ദാറ്റ് ഓഫ് വാലിൻ, I സ്റ്റാൻഡ്സ് ഫോർ ഐസോലൂസിൻ. 2 T ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ T എന്താ, ട്രിയോനൈൻ. രണ്ടാമത്തത് ട്രിപ്റ്റോഫാൻ. ഓക്കെ, A സ്റ്റാൻഡ്സ് ഫോർ ആർജിനൈൻ, L സ്റ്റാൻഡ്സ് ഫോർ ലൂസീൻ, രണ്ടാമത്തെ L ലൈസീൻ, M സ്റ്റാൻഡ്സ് ഫോർ മെഥിയോനൈൻ ആൻഡ് P സ്റ്റാൻഡ്സ് ഫോർ ഫീനൈൽ അലനിൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ ഈ ഷോർട്ട് ഫോംസ് നിമോണിക്സ് ആണ് ഇമ്പോർട്ടൻ്റ് ബയോകെമിസ്ട്രിയിൽ. ഇപ്പോൾ നിമോണിക് വെച്ചിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, ഇപ്പോൾ MCQ വരുമ്പോൾ അങ്ങനെ ചോദിക്കുന്നത്, എസെൻഷ്യൽ അമിനോ ആസിഡ്സിന് ചൂസ് ചെയ്യാൻ പറയും. അപ്പോൾ ഈ അമിനോ ആസിഡ്സിന് MCQയിൽ കൊടുത്തിട്ടുണ്ടാവും, ABCയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഏതാണെന്ന് വെച്ചാൽ ടിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ നിമോണിക് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ HVITAL-LMP എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഈ HVITAL-LMPയിൽ ഞാൻ പറഞ്ഞു മെയിനായിട്ട് 2 അമിനോ ആസിഡ്സ്, ആർജിനൈനും ഹിസ്റ്റഡീനും, അത് ഞാൻ ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. ആർജിനൈനും ഹിസ്റ്റഡീനും സെമി എസെൻഷ്യൽ എന്നാണ് പറയുക. ബിക്കോസ് അവർ നമ്മുടെ അഡൾട്ട്സിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റും, പക്ഷേ കുട്ടികളിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റാത്തവരാണ്. നമ്മുടെ ബോഡിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല ആർജിനൈനെയും ഹിസ്റ്റഡീനെയും. അതുകൊണ്ടാണ് അവരെ സെമി എസെൻഷ്യൽ എന്നാണ് വിളിക്കുന്നത്. അതായത് AH, അതാണ് അതിൻ്റെ മിനിമോണിക്, AH. ഓക്കെ, സെമി എസെൻഷ്യൽ AL വെച്ച് അവസാനിക്കുന്നത്. അപ്പോൾ Lന് പകരം H എന്ന് ഓർത്താൽ മതി. സെമി എസെൻഷ്യൽ ALന് പകരം AH ആണ്. അപ്പോൾ ആർജിനൈൻ ആൻഡ് ഹിസ്റ്റഡീൻ ക്യാൻ ബി സിന്തസൈസ്ഡ് ബൈ അഡൾട്ട് ബട്ട് നോട്ട് ബൈ ദ ഗ്രോയിങ് ചിൽഡ്രൻ. അപ്പോൾ അതുകൊണ്ടാണ് അവർ രണ്ടുപേരെ സെമി എസെൻഷ്യൽ എന്നാണ് വിളിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ആണ്. അതുപോലെ തന്നെ ബാക്കി വരുന്ന അമിനോ ആസിഡ്സ് എല്ലാം തന്നെ ഈ 20 അമിനോ ആസിഡ് ഞാൻ പറഞ്ഞു. അപ്പോൾ 20 അമിനോ ആസിഡ്സിൽ HVITAL-LMP കൂടാണ്ട് വരുന്ന ബാക്കി എല്ലാ അമിനോ ആസിഡ്സും നോൺ എസെൻഷ്യലാണ്. അത് നമ്മുടെ ബോഡിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർ നമുക്ക് ഭക്ഷണം വഴി ആവശ്യമില്ല. അതുകൊണ്ടാണ് നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് എസെൻഷ്യൽ ആയിട്ട് മാത്രമേ ഞാൻ ഓർത്ത് വെക്കാറുള്ളൂ. നോൺ എസെൻഷ്യൽ ഏതാണെന്ന് ഞാൻ പഠിക്കാറില്ല. അപ്പോൾ എസെൻഷ്യലിൻ്റെ അല്ലെങ്കിൽ ബാക്കിയെല്ലാം നോൺ എസെൻഷ്യലാണ്. അങ്ങനെയാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. അപ്പോൾ എസെൻഷ്യൽ മാത്രമേ HVITAL-LMP എന്ന് ഞാൻ പഠിക്കാറുള്ളൂ. അതുപോലെ തന്നെ ആർജിനൈനും ഹിസ്റ്റഡീനും. ഓക്കെ, ആർജിനൈനും ഹിസ്റ്റഡീനും സെമി എസെൻഷ്യലാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ മിനിമം ആയിട്ട് ബയോകെമിസ്ട്രിയിൽ പഠിച്ചു വെച്ചാലേ നമുക്ക് അത്ര ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് വരുന്ന ഒരു MCQ ആണ് ഈ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡിൽ ട്രിപ്റ്റോഫാൻ. കണ്ടോ, ട്രിപ്റ്റോഫാൻ ഞാൻ റെഡിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രിപ്റ്റോഫാനിൻ്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അത് ഇറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് ഇൻഡോൾ റിംഗ് ആണ്. അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഇറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് ഇൻഡോൾ റിംഗ്. ട്രിപ്റ്റോഫാൻ ഇസ് മെയ്ഡപ്പ് ഓഫ് ഇൻഡോൾ റിംഗ് ആണ്.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് നമുക്ക് എസെൻഷ്യൽ, സെമി എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ എന്ന് തിരിക്കാം. എസെൻഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അപ്പം നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം. എച്ച് വൈറ്റൽ LMP ആണ്. എച്ച് സ്റ്റാൻഡ്സ് ഫോർ ഹിസ്റ്റഡീൻ. എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓർക്കുക. V സ്റ്റാൻഡ്സ് ഫോർ വാലിൻ. I സ്റ്റാൻഡ്സ് ഫോർ ഐസലൂസിൻ. T സ്റ്റാൻഡ്സ് ഫോർ 309. Another T, tryptophan. It is made up of indole ring. Arginine. L stands for leucine, lysine, methionine, phenylalanine. ഓക്കെ, ഇനി മറക്കരുത്. അതിൽ ആർജിനൈനും ഹിസ്റ്റഡീനും അഡൽട്സിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, കുട്ടികളിൽ പറ്റില്ല. അതുകൊണ്ട് അവരെ സെമി എസെൻഷ്യൽ എന്ന് വിളിക്കുന്നു. അപ്പോൾ 8 എസെൻഷ്യലും 2 സെമി എസെൻഷ്യലും. ബാക്കി വരുന്ന 10 എന്താണ്? നോൺ എസെൻഷ്യലാണ്. ഓക്കെ, ബേസ്ഡ് അപ്പോൺ മെറ്റബോളിക് ഫേറ്റ്. ഇനി ഇവർ എന്തൊക്കെയാണ് ആയിട്ട് മാറുന്നത്, അതിൻ്റെ ബേസിസിൽ നമുക്ക് അവരെ തിരിക്കാം. ഗ്ലൈക്കോജനിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ്, കീറ്റോജനിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ്, ഗ്ലൈക്കോജനിക്കും കീറ്റോജനിക്കും കൂടിയവർ. അതായത് എമിനോ ആസിഡ്സ് ആണ് ഞാൻ പറഞ്ഞു ഓരോ സാധനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത്, ഓരോ സാധനമായിട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അമിനോ ആസിഡ്സ് ആണ്. ബേസിക് യൂണിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു, ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഈ അമിനോ ആസിഡ്സ് ഗ്ലൈക്കോജൻ ഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവരാണെങ്കിൽ അവരെ ഗ്ലൈക്കോജനിക് അമിനോ ആസിഡ്സ് എന്നാണ് വിളിക്കുക. അത് ഏതൊക്കെയാണ്? അലാനിൻ, അസ്പാർട്ടേറ്റ്, ഗ്ലൈസിൻ, മിഥ്യോനൈൻ. കീറ്റോജനിക് എന്ന് പറയുന്നത് ഫാറ്റ് ക്യാൻ ബി സിന്തസൈസ് ഫ്രം ദീസ് അമിനോ ആസിഡ്സ്. ഈ അമിനോ ആസിഡ്സിൽ നിന്ന് ഫാറ്റും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ഫാറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ് കീറ്റോജനിക് അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുക. അതിൽ 2 പേര് വരുന്നുള്ളൂ, ലൂസീനും ലൈസീനും. അപ്പം ഞാൻ അവരെയാണ് മെയിനായിട്ട് ഓർത്തിരിക്കാറ്. പിന്നെ ബാക്കി വരുന്നവരെല്ലാവരും തന്നെ ഗ്ലൈക്കോജനിക് ആൻഡ് കീറ്റോജനിക് ആണ്. ഐസലൂസിൻ, ഫീനൽ അലനിൻ, ട്രിപ്റ്റോഫാനും തൈറോസിനും. ഓക്കെ, അപ്പോൾ ഗ്ലൈക്കോജനിക്, കീറ്റോജനിക്, ഗ്ലൈക്കോജനിക് ആൻഡ് കീറ്റോജനിക്. ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നവർ, അമിനോ ആസിഡ്സ് ദാറ്റ് ഫോം ഗ്ലൂക്കോസ് ഓർ ഗ്ലൈക്കോജൻ ആർ കോൾഡ് അലാനിൻ, അസ്പാർട്ടേറ്റ്, ഗ്ലൈസിൻ ആൻഡ് മിഥ്യോനൈൻ. ഓക്കെ, അതുപോലെ തന്നെ കീറ്റോജനിക് എന്ന് പറയുന്നവർ ലൂസീനും ലൈസീനും. ഗ്ലൈക്കോജനിക് ആൻഡ് കീറ്റോജനിക് എന്ന് പറയുന്നത് ഐസലൂസിൻ, ഫീനൽ അലനിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് തൈറോസിൻ. അപ്പോൾ കീറ്റോജനിക് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് MCQ ആണ് കേട്ടോ, ലൂസീനും ലൈസീനും. അപ്പോൾ ഞാൻ പറഞ്ഞു 20 അമിനോ ആസിഡ്സ് ആണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ 21ാമത്തെയും 22ാമത്തെയും അമിനോ ആസിഡ്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് സയൻറ്റിസ്റ്റുകൾ. അപ്പോൾ അത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണ്. MCQയിൽ സെലനോസിസ്റ്റീൻ ആണ് 21ാമത്തെ അമിനോ ആസിഡ്. ഓക്കെ, സെലനോസിസ്റ്റീൻ. അപ്പോൾ സെലനോസിസ്റ്റീൻ എന്ന് പറയുന്നത് ഓൾറെഡി സിസ്റ്റീൻ നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആ സിസ്റ്റീൻ്റെ ബേസിക് സ്ട്രക്ചറാണ് ഇമേജിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ SH ആണ് സിസ്റ്റീനിൽ വരുന്നത്. പക്ഷേ അത് സെലനോസിസ്റ്റീനിലേക്ക് വരുമ്പോൾ അവിടെ സെലീനിയമാണ് വരുന്നത്. ഓക്കെ, സെലീനിയമാണ് അറ്റാച്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ സെലീനിയം റീപ്ലേസസ് സൾഫർ ആറ്റം ഓഫ് സിസ്റ്റീൻ. അപ്പോൾ അങ്ങനെയാണ് സെലിനോസിസ്റ്റീൻ വരുന്നത്. സിസ്റ്റീനിലാണെങ്കിൽ സൾഫർ ആറ്റം ആണെങ്കിൽ SH, അത് റീപ്ലേസ് ബൈ സെലീനിയം ഇൻ പ്ലേസ് ഓഫ് സൾഫർ ആറ്റം. സോ ഇറ്റ് ഫോംസ് സെലിനോസിസ്റ്റീൻ. ഇറ്റ് ഈസ് എ 21st അമിനോ ആസിഡ്. 22nd അമിനോ ആസിഡ് എന്നറിയപ്പെടുന്നത് പൈറോലൈസീൻ ആണ്. ഓക്കെ, പൈറോലൈസീൻ. അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ പ്രോട്ടീൻസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അമിനോ ആസിഡ്സ് ആണ് ബേസിക് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു. അമിനോ ആസിഡ്സിനെ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് പഠിച്ചു. ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റും കൂടുതലായി പഠിച്ചു. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ മെറ്റബോളിക് ഫേറ്റും പഠിച്ചു. അതുപോലെ അമിനോ ആസിഡ്സിൻ്റെ ബേസിക് സ്ട്രക്ചർ ഞാൻ പറഞ്ഞു. ഇനി ഇവരെ വെച്ചുണ്ടാക്കുന്ന പ്രോട്ടീൻസ്. അപ്പോൾ ഈ പ്രോട്ടീൻസ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനെ നമുക്ക് പ്രോട്ടീൻ അവരുണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രോട്ടീനെ നമുക്ക് ബേസിക്കലി സ്ട്രക്ചർ വൈസ് നമുക്ക് 4 ആക്കി തിരിക്കാം. ഇമ്പോർട്ടൻറ്റ് MCQ ആണ് കേട്ടോ. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ഒളിഗോമേഴ്സ്. ക്വാട്ടർണറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഒളിഗോമേഴ്സ് എന്ന്. അപ്പോൾ എന്താണ് പ്രൈമറി? സിംഗിൾ ആയിട്ട് ഒരു ലോങ് ചെയിൻ ആണെങ്കിൽ അതിനെ പ്രൈമറി എന്ന് വിളിക്കും. ആ ഇമേജിൽ നോക്കുക നിങ്ങൾ. സിംഗിൾ ആയിട്ടുള്ള ഒരു ലോങ് ചെയിൻ ആണെങ്കിൽ അതിനെ അമിനോ ആസിഡ് വെച്ച് ഉണ്ടാവുന്നതാണെങ്കിൽ ഇതിനെ പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എന്ന് വിളിക്കും. അത് കുറച്ചും കൂടി ഒന്ന് ട്വിസ്റ്റ് ആൻഡ് ടേൺ സംഭവിക്കുകയാണെങ്കിൽ അതിനെന്താ വിളിക്കുന്നത്? സെക്കൻഡറി സ്ട്രക്ചർ എന്ന് വിളിക്കും. കുറച്ചും കൂടി ഒന്ന് അവർ ട്വിസ്റ്റിങ്ങും ടേണിങ്ങും ഒക്കെ നടക്കുവാണെങ്കിൽ അവരെ ടേർഷറി സ്ട്രക്ചർ എന്ന് വിളിക്കും. അപ്പോൾ ടേർഷറി സ്ട്രക്ചറാണ് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഫോം ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഓഫ് പ്രോട്ടീൻ ഇസ് ആക്ച്വലി ടേർഷറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ആണ്. 4ാമത്തെ ക്വാട്ടർണറി സ്ട്രക്ചറാണ്. കുറച്ചും കൂടി ഒന്ന് ബെൻഡ് ആയാൽ ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് വിളിക്കും. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഓർത്തിരിക്കുന്നതെന്നറിയോ? അപ്പോൾ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു റൂം എടുക്കുകയാണെങ്കിൽ ആ റൂമിൻ്റെ ഒരൊറ്റ ചുമരാണ് എന്ത് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ ചുമരിൻ്റെ 2
ആ റൂമിൻ്റെ 2 ചുമരുകൾ തമ്മിൽ വരുവാണെങ്കിൽ അതിന് സെക്കൻഡറി സ്ട്രക്ചർ എന്ന് വിളിക്കും. അപ്പോൾ 2 ചുമരാകുമ്പോൾ അവരുടെ ട്വിസ്റ്റ് വരുന്നുണ്ടല്ലേ. ഇനി ടേഴ്സറിയിലേക്ക് വരുമ്പോൾ 4 സൈഡും കൂടെ വരുമ്പോൾ റൂമായിട്ട് മാറുമ്പോഴാണ് ഇതിനെ ടേഴ്സറി സ്ട്രക്ചർ എന്ന് വിളിക്കുക. എന്നാൽ ഒരേ വീട്ടിൽ 2-3 റൂംസ്, അതേപോലത്തെ 2-3 റൂംസ് വരുവാണെങ്കിൽ അതിനെ ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രോട്ടീൻ തന്നെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. 4 സ്ട്രക്ചേഴ്സ്. പ്രൈമറി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഒരു റൂം എടുത്തു, ആ റൂമിനകത്ത് ഒരു ചുമര് മാത്രമാണ് പ്രൈമറി. 2 ചുമര് വരുവാണെങ്കിൽ അതിന് സെക്കൻഡറി. ഒരു റൂം മൊത്തത്തിൽ വരുവാണെങ്കിൽ അതിനെ ടേഴ്സറി. അപ്പോൾ അത് സ്റ്റേബിളായി റൂമായി. ഓക്കെ, അപ്പോൾ അതാണ് മോസ്റ്റ് സ്റ്റേബിളായിട്ടുള്ള ഫോം. അത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 റൂംസ് ആ വീട്ടിൽ തന്നെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴാണ് അതിനെ ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ MCQ ഇതാണ് മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഓഫ് പ്രോട്ടീൻ. ടേഴ്സറി ആയിട്ടുള്ള സ്ട്രക്ചറാണ് കേട്ടോ. കമ്മിങ് ഓൺ ടു വേരിയസ് പ്രോപ്പർട്ടീസ് ഓഫ് പ്രോട്ടീനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അധികം ഞാൻ പറയുന്നില്ല, പക്ഷേ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു MCQ ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് കളർ റിയാക്ഷൻസ് ഓഫ് പ്രോട്ടീൻ. ഈ പ്രോട്ടീൻസ് എന്തൊക്കെ കളർ റിയാക്ഷൻസ് ആണ് തരുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ പ്രോട്ടീൻ ആണോ അല്ലയോ എന്ന് നമ്മൾ കൺഫേം ചെയ്യാൻ ഒരു സാധനം എടുക്കുകയാണെങ്കിൽ ആ സാധനത്തിൽ പ്രോട്ടീൻ ആണോ കാർബോഹൈഡ്രേറ്റ് ആണോ എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അതിൽ പ്രോട്ടീൻ ആണെന്ന് കൺഫർമേറ്ററി ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റാണ് ബൈയൂററ്റ് ടെസ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ആണ് ബൈയൂററ്റ് ടെസ്റ്റ്. അപ്പോൾ പ്രോട്ടീൻ കൺഫർമേറ്ററി ടെസ്റ്റാണ് ബൈയൂററ്റ് ടെസ്റ്റ്. അപ്പോൾ എന്താണ് ഈ ബൈയൂററ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്? നമ്മൾ യൂറിയ എടുക്കും. ഓക്കെ, അപ്പോൾ ഈ യൂറിയനെ, അപ്പോൾ ഇനി ഇമേജ് നോക്കാം നിങ്ങൾ ഏറ്റവും താഴത്തെ. അപ്പോൾ 2 moles ഓഫ് യൂറിയ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 moles ഓഫ് യൂറിയനെ നമ്മൾ ഹീറ്റ് ചെയ്തു, ചൂടാക്കി. 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചൂടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് ബൈയൂററ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബൈയൂററ്റ് ഇസ് ആക്ച്വലി എ പ്രൊഡക്റ്റ് ഫോംഡ് ബൈ ഹീറ്റിംഗ് ഓഫ് യൂറിയ അറ്റ് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഈ ബൈയൂററ്റിനെ ഞാൻ ഡൈല്യൂട്ടഡ് കോപ്പർ സൾഫേറ്റ് വെച്ച് റിയാക്ട് ചെയ്യിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇനി ഫുൾ റിയാക്ഷൻസ് ആട്ടോ. അപ്പോൾ ഈ ബൈയൂററ്റിനെ നമ്മൾ ഡൈല്യൂട്ടഡ് കോപ്പർ സൾഫേറ്റ് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതാണ് പ്ലസ് സൈൻ കൊടുത്തിട്ടുള്ളത്. അവർ തമ്മിൽ റിയാക്ഷൻ നടന്നു. അവർ തമ്മിൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഫോം ചെയ്യുന്ന കളറാണ് പർപ്പിൾ കളർ. ഓക്കെ, പർപ്പിൾ കളർ. അപ്പോൾ പർപ്പിൾ കളർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അവിടെ ഈ കോപ്പർ സൾഫേറ്റുമായിട്ട് ബൈയൂററ്റ് റിയാക്ട് ചെയ്യുമ്പം അവിടെ ഫോം ചെയ്യുന്ന ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അതിനെ കോപ്പർ കോർഡിനേറ്റഡ് കോംപ്ലെക്സ് എന്നാണ് വിളിക്കുക. അതിൻ്റെ സ്ട്രക്ചറാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ നടുവിൽ കോപ്പർ ഉണ്ടല്ലേ, Cu2+ ഉണ്ട്. അപ്പോൾ അതാണ് കോപ്പർ കോർഡിനേറ്റഡ് ആയിട്ടുള്ള കോംപ്ലെക്സ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഗിവ്സ് പർപ്പിൾ കളർ. അപ്പോൾ ഈ പർപ്പിൾ കളർ, അപ്പോൾ ആൽക്കലൈൻ മീഡിയത്തിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ആൽക്കലൈൻ മീഡിയത്തിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ എങ്ങാനും നടക്കാനായിട്ട് തടസ്സം വരിക ബിക്കോസ് ഓഫ് പ്രസൻസ് ഓഫ് മാഗ്നീഷ്യം ആൻഡ് അമോണിയം. നമ്മൾ ഈ എടുക്കുന്ന സബ്സ്റ്റൻസിൽ പ്രോട്ടീൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ എടുക്കുന്ന സബ്സ്റ്റൻസിൽ മാഗ്നീഷ്യം അല്ലെങ്കിൽ അമോണിയ ഉണ്ടെങ്കിൽ ഈ റിയാക്ഷൻ നടക്കാൻ കുറച്ച് സമയം പിടിക്കും. അപ്പം നമ്മൾ ഈ റിയാക്ഷൻ നടക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഈ മാഗ്നീഷ്യത്തിനെയും അമോണിയത്തിനെയും റിമൂവ് ചെയ്യാൻ നമ്മൾ കുറച്ചും കൂടിയും ആൽക്കലി അതിലേക്ക് ആഡ് ചെയ്യും, ആസ് ആൽക്കലി മീഡിയം ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മീഡിയത്തിലാണ് ഈ പർട്ടിക്കുലർ റിയാക്ഷൻ ഓഫ് ബൈയൂററ്റ് വിത്ത് ദാറ്റ് ഓഫ് ഡൈലൂട്ടഡ് കോപ്പർ സൾഫേറ്റ് നടക്കുന്നത്. അപ്പോൾ ദാറ്റ് ഗിവ്സ് പർപ്പിൾ കളർ. പർപ്പിൾ കളർ തരുവാണെങ്കിൽ ഇറ്റ് കൺഫേംസ് ദ പ്രസൻസ് ഓഫ് പ്രോട്ടീൻ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ ബേസിസ് ഓഫ് ബൈയൂററ്റ് ടെസ്റ്റ്. It is widely used for identification of proteins and peptides. ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ പ്രോട്ടീൻസ് ആണെങ്കിൽ ഒരു സബ്സ്റ്റൻസിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസ് പ്രോട്ടീൻ അടങ്ങിയ സബ്സ്റ്റൻസ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്ന ടെസ്റ്റാണ് ബൈയൂററ്റ് ടെസ്റ്റ്. കളർ റിയാക്ഷനാണിത് ബൈയൂററ്റ് ടെസ്റ്റ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യൂറിയ എടുക്കും. അപ്പോൾ യൂറിയയിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫോം ചെയ്യുന്നതാണ് ബൈയൂററ്റ്. 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബൈയൂററ്റ് ഫോം ചെയ്യുക. അപ്പോൾ അതിനെ നമ്മൾ ഡൈലൂട്ടഡ് കോപ്പർ സൾഫേറ്റ് വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കും. റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പർപ്പിൾ കളർ ഫോം ചെയ്യും ബിക്കോസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് കോപ്പർ കോർഡിനേറ്റഡ് കോംപ്ലെക്സ്. അപ്പോൾ ദിസ് റിയാക്ഷൻ നടക്കുക ഓൺലി ഇഫ് ഇറ്റ് ഇസ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ മാത്രമാണ് ഈ പർട്ടിക്കുലർ റിയാക്ഷൻ നടക്കുക. അതായത് യൂറിയ നമുക്ക് കിട്ടുക ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് പ്രോട്ടീൻ ആണ്. അതുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും പേർക്ക് എന്താണ് യൂറിയ എടുക്കുന്നതെന്ന്. പ്രോട്ടീനിൽ യൂറിയ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന ആളാണ് യൂറിയ പ്രോട്ടീൻ്റെ. അപ്പോൾ ഒരു പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സാധനം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് യൂറിയ നമുക്ക് കിട്ടും. അപ്പോൾ ആ യൂറിയ നമ്മൾ ഹീറ്റ് ചെയ്താൽ നമുക്ക് ബൈയൂററ്റ് കിട്ടും. അപ്പോൾ അത് കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് പർപ്പിൾ കളർ കിട്ടും. അപ്പോൾ ഇതെന്താണ് പ്രൂവ് ചെയ്യുന്നത്? നമുക്ക് ആദ്യം എടുത്ത സബ്സ്റ്റൻസ്
ഇതിൽ യൂറിയ ഉണ്ട് അല്ലേ. ആദ്യം എടുത്ത സബ്സ്റ്റൻസ് യൂറിയ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കളർ റിയാക്ഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മിങ് ഓൺ ടു വേരിയസ് അതർ കളർ റിയാക്ഷൻസ് ഓഫ് പ്രോട്ടീൻ. ഇതിൽ ചിലത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ഓർത്തിരിക്കേണ്ടത് എക്സാമിന് MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ. അതായത് ഞാൻ പറഞ്ഞു 20 ടൈപ്പ് ഓഫ് ബേസിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു പ്രോട്ടീൻസ്. അപ്പോൾ ഈ അമിനോ ആസിഡ്സ് 21ാമത്തെ 22ാമത്തെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും ഞാൻ പറഞ്ഞു. സെലിനോസിസ്റ്റീൻ ആണ് 21ാമത്തേന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ 22ാമത്തെയും പറഞ്ഞു. അപ്പോൾ ഈ 21ാമത്തെയും 22ാമത്തെയും നമ്മളൊന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ആദ്യത്തെ 20 മാത്രം എടുക്കാൻ വിചാരിക്കുക. അപ്പോൾ ഈ അമിനോ ആസിഡ്സ് അതിനകത്ത് ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറിൻ്റെ അവിടെ പലതരത്തിലുള്ള സബ്സ്റ്റൻസ് ആണ് അറ്റാച്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഹൈഡ്രജൻ കാർബോക്സിൽ ഗ്രൂപ്പ് അമിനോ ഗ്രൂപ്പ്. അപ്പുറത്തൊരു എന്ന് പറഞ്ഞ ബ്രാഞ്ച് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അമിനോ ആസിഡിൽ. അപ്പോൾ ആറിൻ്റെ അവിടെ എന്ത് ഗ്രൂപ്പാണ് വരുന്നത് അതിൻ്റെ ബേസിലായിരിക്കും ഓരോ കളർ റിയാക്ഷൻസ് ഓഫ് ഡിഫറെൻറ്റ് പ്രോട്ടീൻസ് ഉണ്ടാവുക. അപ്പോൾ ബൈയൂററ്റ് റിയാക്ഷൻ തരുന്നത് അറ്റ്ലീസ്റ്റ് 2 പെപ്റ്റൈഡ് ലിങ്കേജ് വേണം. അതായത് 2 അമിനോ ആസിഡ്സ് തമ്മിൽ ലിങ്ക് വരുമ്പോൾ അതിനെ പെപ്റ്റൈഡ് എന്ന് വിളിക്കാം. ഓക്കെ, 2 അമിനോ ആസിഡ് ഗ്രൂപ്പുകൾ തമ്മിൽ ലിങ്ക് വരുമ്പോൾ അതിനെ പെപ്റ്റൈഡ് എന്ന് വിളിക്കാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 പെപ്റ്റൈഡ് ലിങ്ക് വന്നാൽ മാത്രമേ ബൈയൂററ്റ് റിയാക്ഷൻ പോസിറ്റിവിറ്റി വരുള്ളൂ പ്രോട്ടീനിൽ. അതല്ലാണ്ട് വരുന്ന സ്പെസിഫിക് ഗ്രൂപ്പ്സ് ആണ് ആൽഫ അമിനോ ആസിഡ്സ് വിൽ ഗിവ് നിൻഹൈഡ്രിൻ റിയാക്ഷൻ. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും. ജസ്റ്റ് MCQന് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഓർത്തിരിക്കുക. സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് അമിനോ ആസിഡ്സ് 2 പെപ്റ്റൈഡ് ലിങ്കേജസ് ആണെങ്കിൽ ബൈയൂററ്റ് റിയാക്ഷൻ, 2 ആൽഫ അമിനോ ആസിഡ്സ് ആണെങ്കിൽ വരുന്നെങ്കിൽ നിൻഹൈഡ്രിൻ റിയാക്ഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് ബെൻസീൻ റിംഗ് ഓഫ് അരോമാറ്റിക് അമിനോ ആസിഡ്സ് ആണെങ്കിൽ സാന്തോപ്രോട്ടിക് റിയാക്ഷൻ, അതത്ര ചോദിച്ചിട്ടില്ല. ഫീനോളിക് ഗ്രൂപ്പ് ആണെങ്കിൽ മെയിനായിട്ട് മില്യൻസ് റിയാക്ഷൻ. ഇൻറ്റോൾ റിംഗ്, അത് ഞാൻ പറഞ്ഞു നേരത്തെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റോൾ റിംഗ് ട്രിപ്റ്റോഫാനിലാണ് കാണുന്നത്. അപ്പോൾ ഇൻറ്റോൾ റിംഗ് ആണെങ്കിൽ ട്രിപ്റ്റോഫാനിലാണെങ്കിൽ ഹോപ്കിൻസ് കോൾ റിയാക്ഷൻ ആണ് വരുന്നത്. ഓക്കെ, അതധികം ചോദിച്ചിട്ടില്ല, ബട്ട് റിമെമ്പർ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാണ്. സൾഫർ ടെസ്റ്റ് കൊടുക്കുന്നത് സൾഫൈഡൽ ഗ്രൂപ്പ് ആണെങ്കിലാണ്. അതുപോലെ തന്നെ പോളീസ് ടെസ്റ്റ് കൊടുക്കുന്നത് ഇമിഡസോൾ റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളർ റിയാക്ഷൻസ് ഓഫ് പ്രോട്ടീൻസ്. അപ്പോൾ ഇതിൽ ബൈയൂററ്റ് റിയാക്ഷനാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ നിൻഹൈഡ്രിൻ റിയാക്ഷനും. ബൈയൂററ്റ് റിയാക്ഷൻ അറ്റ്ലീസ്റ്റ് 2 പെപ്റ്റൈഡ് ലിങ്കേജ് വേണം. നിൻഹൈഡ്രിൻ റിയാക്ഷൻ ആക്ച്വലി ആൽഫ അമിനോ ആസിഡ്സിനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ പ്രോട്ടീൻ ടെസ്റ്റ് ബൈയൂറ ടെസ്റ്റ് പോസിറ്റിവിറ്റി കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 അമിനോ ആസിഡുകൾ തമ്മിൽ ലിങ്ക് വേണം. അതായത് അറ്റ്ലീസ്റ്റ് 3 എണ്ണെങ്കിലും വേണം. ഓക്കെ, അപ്പോൾ വിത്ത് 3 അമിനോ ആസിഡ്സ് ഇറ്റ് വിൽ ഗി പോസിറ്റീവ് ആയിട്ടുള്ള ബൈയൂററ്റ് ടെസ്റ്റ്. അതുപോലെ തന്നെ ഓൺലി അമിനോ ആസിഡ് ദറ്റ് ആൻസേഴ്സ് ബൈയൂററ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഹിസ്റ്റഡീൻ ആണ്. ഓക്കെ, അമിനോ ആസിഡ്സിൽ വെച്ച് തന്നെ ഓൺലി അമിനോ ആസിഡ് ദറ്റ് ഗിവ്സ് ബൈയൂററ്റ് ടെസ്റ്റ് പോസിറ്റീവ് ഇസ് ഹിസ്റ്റഡീൻ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കമ്മിങ് ഓൺ ടു ലാസ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് പ്രോട്ടീൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്വാഗുലേഷൻ ഓഫ് പ്രോട്ടീൻസ് ആണ്. അപ്പോൾ നമ്മൾ ക്വാഗുലേഷൻ എന്താണ്? ആക്ച്വലി സെമി സോളിഡ് വിസ്കസ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് പ്രോട്ടീൻ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ പ്രോട്ടീനെ ചൂടാക്കി കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലുമൊക്കെ സബ്സ്റ്റൻസ് ആയിട്ട് മാറും. അപ്പോൾ ആ സെമി സോളിഡ് ആയിട്ടുള്ള വിസ്കസ് ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് ഓഫ് പ്രോട്ടീനെയാണ് നമ്മൾ ക്വാഗുലം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ pHൽ ചേഞ്ച് വരും, അല്ലെങ്കിൽ നമ്മളതിനെ ചൂടാക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പ്രോട്ടീൻസിന് എന്ത് സംഭവിക്കുക, അതിന് സ്ട്രക്ചറിൽ ഫോം ചേഞ്ച് വരിക. അപ്പോൾ അതിനാണ് ക്വാഗുലേഷൻ ഓഫ് പ്രോട്ടീൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഹീറ്റ് ക്വാഗുലേഷൻ ടെസ്റ്റ് ഇസ് കോമൺലി യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ആൽബുമിൻ ഇൻ യൂറിൻ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ആണ്. നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഹീറ്റ് ക്വാഗുലേഷൻ ടെസ്റ്റാണ്. ഹീറ്റ് ക്വാഗുലേഷൻ ടെസ്റ്റ് ഇസ് കോമൺലി യൂസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ആൽബുമിൻ. ആൽബുമിൻ ആണ് ഒരു പ്രോട്ടീനാണ്. അപ്പോൾ യൂറിനിൽ ഡിറ്റക്ട് ചെയ്യാൻ, ആൽബുമിൻ ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഹീറ്റ് ക്വാഗുലേഷൻ ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ആൽബുമിൻസ് ആൻഡ് ഗ്ലോബുലിൻസ് ആർ മെയിൻ ആയിട്ടുള്ള ക്വാഗുലബിൾ പ്രോട്ടീൻസ് എന്നറിയപ്പെടുന്നത് ഇവ രണ്ടുപേരുമാണ്, ആൽബുമിൻസും ഗ്ലോബുലിൻസും. അപ്പോൾ ഇതിൽ ആൽബുമിനാണ് നമ്മൾ യൂറിൻ ടെസ്റ്റിന് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. ഓക്കെ, പ്രോട്ടീൻ ഉണ്ടോ ഇല്ലയോ എന്ന്, യൂറിനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് ആൽബുമിൻ ടെസ്റ്റ് വെച്ചിട്ടാണ്. ഹീറ്റിംഗ് ആൽബുമിൻ ഹീറ്റ് ക്വാഗുലേഷൻ ടെസ്റ്റ് വിൽ ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ആൽബുമിൻ ഇൻ യൂറിൻ. അപ്പോൾ ദിസ് ഇസ് ദ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഈ പർട്ടിക്കുലർ സെഷനിൽ എന്താണ് ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത്, എന്താണ് ബേസിക് സ്ട്രക്ചർ, എന്താണ് അമിനോ ആസിഡ്സ്, ആ ബേസിക് സ്ട്രക്ചർ ഓരോന്നിനും, പ്രോട്ടീൻ ആണെങ്കിലും കാർബോഹൈഡ്രേറ്റിനാണെങ്കിലും അതുപോലെ തന്നെ ഫാറ്റിനാണെങ്കിലും ഓരോ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഉണ്ട്. DNA ആണെങ്കിലൊക്കെ അതുപോലെ തന്നെ ഒരു സെല്ലുണ്ട്. ആ സെല്ലിൽ എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസോർഡേഴ്സ് ഞാൻ പറഞ്ഞു. പെറോക്സിസം ഇല്ലെങ്കിൽ വരുന്ന രോഗം എന്താണ്,
അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എമിനോ ആസിഡ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കാർബൺ ആറ്റമുണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രജൻ, അമോണിയ ഗ്രൂപ്പ്, കാർബോക്സിൽ ഗ്രൂപ്പ്, ആറിൻ്റെ അവിടെ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് വരുന്ന ഗ്ലൈസീനിൽ മാത്രമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അമിനോ ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സും അതുപോലെ തന്നെ നോൺ എസെൻഷ്യലും സെമി എസെൻഷ്യൽ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എച്ച് വൈറ്റിൽ LMP നിങ്ങൾ ഓർത്ത് വയ്ക്കുക, എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് അങ്ങനെയാണ് ഓർക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോൺ എസെൻഷ്യലായിട്ട് സെമി എസെൻഷ്യൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. AH എന്നാണ് ഓർക്കേണ്ടത് അല്ലേ. ആർജിനൈനും ഹിസ്റ്റഡീനും സെമി എസെൻഷ്യൽ. അവർ അഡൽട്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അഡൽട്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ കുട്ടികളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സെമി എസെൻഷ്യൽ. അതുപോലെ തന്നെ നോൺ എസെൻഷ്യൽ, അവർ നമ്മുടെ ബോഡിയിൽ തന്നെ സിന്തസൈസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അമിനോ ആസിഡ്സിനെ കുറിച്ച് പഠിച്ചത്. പിന്നെ പ്രോട്ടീൻസിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ പ്രോട്ടീൻസ് അമിനോ ആസിഡ്സിനെ വെച്ചിട്ടാണ് പ്രോട്ടീൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പ്രോട്ടീൻസിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്താ? പ്രൈമറി, സെക്കൻഡറി, ടേർഷറി, അതുപോലെ തന്നെ ക്വാട്ടർണറി. അതിൽ ടേർഷറി ആണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഫോം. അപ്പോൾ ഒരു റൂം എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു വാള്, 2 വാള്, റൂം, അതുപോലെ തന്നെ ഒരു വീട്ടിൽ 2 റൂം, അങ്ങനെയൊക്കെയാണ് നമ്മളതിനെ ഓർത്തിരിക്കേണ്ടത്. പിന്നെ നമ്മൾ പ്രോട്ടീൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് ബൈയൂറ ടെസ്റ്റാണ്. കളർ റിയാക്ഷൻ, ബൈയൂറ ടെസ്റ്റ് എങ്ങനെയാണ്? അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഒരു സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിൽ യൂറിയ ഉണ്ടാവും. അപ്പോൾ യൂറിയ ഹീറ്റാക്കി ബൈയൂററ്റ് കിട്ടും. ബൈയൂററ്റ് നമ്മൾ കോപ്പർ സൾഫേറ്റഡ് റിയാക്ട് ചെയ്യിപ്പിച്ച് നമുക്ക് കോപ്പർ കോർഡിനേറ്റഡ് കോംപ്ലക്സ്, അത് പർപ്പിൾ കളർ തരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന പ്രോട്ടീൻ ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അതാണ് ബൈയൂറ ടെസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ പ്രോട്ടീനാണ് ബൈയൂറ ടെസ്റ്റ്. പിന്നെ ക്വാഗുലേഷൻ ഓഫ് പ്രോട്ടീൻസ് നടക്കും. അതൊരു അനദർ പ്രോപ്പർട്ടി ഓഫ് പ്രോട്ടീനാണ്. നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ അതിന് ക്വാഗുലേഷൻ നടക്കും. അപ്പോൾ അത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആൽബുമിനും ഗ്ലോബുലിനും വേണ്ടിയിട്ടാണ്. ആൽബുമിനും ഗ്ലോബുലിനും നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ, യൂറിനിൽ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൽബുമിൻ പോസിറ്റിവിറ്റി കിട്ടും, ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു പോസിറ്റിവിറ്റി ടെസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പെർട്ടിക്കുലർ പോർഷനിൽ പഠിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസും അതുപോലെ തന്നെ നമ്മൾ പഠിക്കുക മെറ്റബോളിസം ഓഫ് പ്രോട്ടീൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് നിങ്ങൾക്ക് ഞാൻ തന്നത്. അപ്പോൾ കീപ്പ് റിവൈസിങ്. അപ്പോൾ കുഞ്ഞു പോർഷൻസ് ആയിട്ടാണ് ബയോകെമിസ്ട്രി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത്. കാരണം അത് ഓർത്തിരിക്കാൻ എളുപ്പമല്ല, അതുകൊണ്ട് തന്നെ റിവൈസ് ചെയ്യുക, നല്ലോണം റിവൈസ് ചെയ്യുക കേട്ടോ. റിവൈസ് ചെയ്യുക, അതുപോലെ തന്നെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇമേജസ് ഒക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് എ ലോട്ട്.